ഓടേണ്ട ഓടേണ്ട കമ്മികളെ ഓടിത്തളരേണ്ട ആർസിയുടെ പോലീസ് പിന്നാലെയുണ്ട്. പ്രതിഷേധ സമരാണ്, ബ്ലേഡിന്റെ പണിയാണ്, പോലീസിനെ പോറിയിട്ട് ഓടിടേണ്ട. പ്രതിഷേധ സമരാണ്, പ്രതിഷേധ സമരാണ്. പോലീസ് ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചത് ഇത് വെച്ചാണ് ഞങ്ങളുടെ ദേഹത്ത് അവർ വരിഞ്ഞത്. അറിയാമോ പ്രേക്ഷകരെ, ഞങ്ങൾ ജനാധിപത്യപരമായി വരയുന്ന പോലെ വരിഞ്ഞിട്ട് മുളക് തേക്കണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ സമരം നടത്തുന്നതിനിടയിൽ ഇത് വെച്ച് ഞങ്ങൾ പോലീസ് ബ്ലേഡും കൊണ്ട് പോയിട്ട് സമരം നടത്തുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം? പോലീസ് വരിഞ്ഞതെന്ന്. അപ്പൊ പോലീസിന്റെ പിന്നെ ലാത്തിയും തോക്കും എന്തിനാ തൂക്കിട്ടേക്കും? അതിന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ലാത്തിയും തോക്കും ഉണ്ടല്ലോ, പിന്നെ ഇതിന് ബ്ലേഡ് വെച്ച് ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷേ CCTV വന്നപ്പോൾ കമ്മികളുടെ കൈകളിലാണ് ബ്ലേഡ് എന്നാണല്ലോ കണ്ടത്. അത് പിന്നെ ഞങ്ങൾ മറ്റേ FIR ഇട്ടിട്ടുണ്ട്. ആ കെട്ടി വെച്ച് കയറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു ബ്ലേഡ് കൊണ്ടുവന്നു. ഒരെണ്ണമോ രണ്ട് രണ്ടെണ്ണമോ മൂന്നെണ്ണമോ നാല്. അപ്പൊ ബാക്കി ബ്ലേഡ് എവിടെ നിന്ന് വന്നു? ബാക്കി ബ്ലേഡ് എവിടെ നിന്ന് വന്നു? ഇപ്പൊ മനസ്സിലായില്ലേ ബ്ലേഡ് എവിടെ നിന്ന് വന്നു എന്ന്? ഒരെണ്ണത്തിനെ വിടത്തില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പേടി. പോലീസിനെ തൊടുന്നോടാന്ന്. പോലീസിനാരെ തൊട്ട്? പോലീസാണ് ഞങ്ങളെ തൊട്ടത്. നാണം ഉണ്ടോട് വനിതാ പോലീസിനെ വരെ ബ്ലേഡ് വെച്ച് പൊറിയേക്കുന്നത്. ഇതാണ് നിങ്ങളുടെ HFIയുടെ സമരം. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് കുണ്ടി കാണിച്ച് സമരം നടത്തിയിരിക്കുന്നു. അതൊന്നും ഞങ്ങൾ ജെട്ടി ഇട്ടുകൂടെയോ? ഞങ്ങൾ അങ്ങനെയും ചെയ്തില്ല. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോ നിങ്ങളുടെ പ്രതിഷേധ സമരമാണോ കുണ്ടി സമരമാണോ എന്നുള്ള സംശയം വന്നു. ആശാനെ ചന്തി എന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ് സർക്കാർ കടലാസിൽ എഴുതുന്നത്? ഈ പിള്ളേര് ചന്തി കാണിച്ചു കേസ് എങ്ങനെ എഴുതും? പണ്ട് ഗവർണറിനെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോ അന്നൊരു സമരം നടന്നപ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോയി ചന്തി കാണിച്ചു. ഇപ്പൊ വീണ്ടും ഇതാണോ നിങ്ങളുടെ സമരം? ഇതാണോ നിങ്ങൾ പറഞ്ഞത് ഭരണപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയല്ല പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് ഭയക്കേണ്ടത് ചന്തി കാണിച്ച് സമരം നടത്തുന്നത്? അതല്ല, ഞങ്ങൾ വരിഞ്ഞളയും. ഓരോരോ കരിങ്കുണ്ടികളുമായിട്ട് ഇറങ്ങിക്കോളും. നിങ്ങൾ പാർട്ടി ഓഫീസിൽ പറയുന്ന ഒരു ജെട്ടിയെങ്കിലും മേടിച്ചു കൊടുക്കാനേ. ജനാധിപത്യപരമായിട്ട് ഈ നാട്ടിൽ ജനാധിപത്യപരമായി ഈ നാടിന് വേണ്ടി ഒരു സമരത്തിന് ഇറങ്ങിയവരാണ് ഞങ്ങൾ. വരിഞ്ഞത് ഇങ്ങനെ വരിഞ്ഞത്. ജനാധിപത്യപരമായിട്ട് എന്തിനു വേണ്ടിയൊക്കെ ആയിരുന്നു സമരം നടത്തിയത്? ഫീസ് വർധന, മദ്യനയം, മദ്യത്തിന്റെ മദ്യനയം ഇപ്പോൾ യൂട്ടേൺ അടിച്ച് എങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്? അത് പിന്നെ ബെക്കാടി ആർക്കായിരുന്നു ആദ്യം 3 കത്തുകൾ അയച്ചത്? ഞങ്ങൾക്ക് അയച്ചു. ആ 3 കത്തുകൾ എവിടെ നിന്നാണ് വന്നത് രമണ? പറ. നിങ്ങൾ സമരം നടത്തിയത് എനിക്കതല്ല. പോയി സമരം നടത്തണ പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ ഇറക്കി വിട്ടു. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രി ആയിരുന്ന കാലത്താണ് ബെക്കാടിയുമായിട്ട് GS അടിച്ചത്. അതിന്റെ രേഖകളും തെളിവുകളുമാണ് രമണ പുറത്തു വന്നിരിക്കുന്നത്. 3 കത്തുകൾ ഞങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ ഈ സർക്കാർ എന്ത് ചെയ്യണം? തിരുത്തണം. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ. നികുതി ഇളവങ്ങ് കൊടുത്തേക്കല്ലേ. നികുതി ഇളവിന് ആദ്യം ചരട് വലിച്ചത് ആരാ രമണ? ആദ്യം വലിച്ചതായാലും ഇപ്പൊ ആരാ രമണ? ആദ്യം വലിച്ചത് ആരാ രമണ? ഇപ്പോഴും കൊണ്ടുപോകുന്നത് ആരാ രമണ? ആരാ രമണ കൊണ്ടുപോണത്? ഊച്ചാളിത്തരത്തിലൊരു പരിധി ഇല്ലേടോ? ഊച്ചാളിത്തനൊന്നും ഊച്ചാളിത്തനം ആരാണ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയെ കണ്ട കേട്ടോ. മൂലം വള്ളം കളി ഇല്ലേ അവിടെ പ്രാദേശിക മൂലം വള്ളം കളിക്ക് പ്രാദേശിക അവധി വേണമെന്ന് കുട്ടനാട് റെജി MLA ഒന്ന് ആവശ്യപ്പെട്ടു നിയമസഭയിൽ. അപ്പൊ നമ്മുടെ പോക്കി മുഖ്യമന്ത്രി പറഞ്ഞു, ഓ ശരി ഞങ്ങൾ പരിഗണിച്ച ശേഷം തീരുമാനിക്കാന്ന്. ഇരുന്ന ഉടനെ ആ മനുഷ്യൻ നോന്ത് പോലും നിറമാർന്ന രീതിയിൽ പറയാണ്, ഒരിക്കലും പരിഗണിക്കില്ല, ഒരിക്കലും കൊടുക്കില്ല എന്ന്. ഭരണപക്ഷത്തിലുള്ള MLA തന്നെ ചോദിച്ചത്. ഇതാണോ നിലപാടുകളുടെ രാജകുമാരൻ? ഞങ്ങൾ നിലപാട് കാണുന്നുണ്ട്, ഓരോ ദിവസം ഓരോ നിലപാട്. ഇപ്പൊ ആർക്കാണ് ഞങ്ങൾക്ക് അറിയാം. ഒന്നില്ല ലാശിന് മോശമല്ലേ ഈ കാണിച്ചത്? ഒരു പ്രദേശത്തിന്റെ ആവശ്യമായിരുന്നു അത്. ഇങ്ങനെയാണോ ഒരു അതിനെതിരെ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. സതീഷിനെ കാണിച്ചത് വൃത്തികേടായി പോയി. കാരണം നിയമസഭയിലാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഇങ്ങനെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇമ്മാതിരി ധാർഷ്ട്യം കാണിച്ചാൽ ജനങ്ങൾ അത് കേൾക്കും, ജനങ്ങൾ അത് കാണും. അവരുടെ പ്രിവിലേജ് അവർ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? 5 വർഷം കഴിയുമ്പോൾ. അപ്പോൾ സതീശന് പണി കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് കൊമ്പത്ത് കയറി, പണ്ട് പിണറായി കൊമ്പത്ത് കയറി ഇരുന്നത് പോലെ ഇരിക്കാനാണെങ്കിൽ ജനങ്ങൾ വിളിച്ച് തൗഴി. അതിലേക്ക് കഴിഞ്ഞാൽ അവരൊന്നും മറക്കില്ല. ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാ. അതെ. ഇവർക്ക് ഇവരോട് ചോദിച്ചാൽ മതി, ഇവർ പറഞ്ഞു തരും. എന്റെ അഭിപ്രായത്തിൽ എന്നിട്ട് ഞങ്ങളിപ്പോൾ
ഞങ്ങളിപ്പോൾ ഷേവ് ഫെഡറേഷൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഷേവോ SFI ഷേവ് ഫെഡറേഷൻ കൊണ്ടാണല്ലോ ചെരുപ്പ്. മാനവരെ ഇതായിരുന്നു ഞങ്ങളുടെ ജനാധിപത്യപരമായ സമരമുറ. അത് ഞങ്ങൾ എത്ര മഹത്തായ ഒരു പ്രസ്ഥാനത്തെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ അന്തം അവലക്ഷണം കേട്ട കുറെ SFIക്കാര് നേതാക്കള് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാർ SFIയിലൂടെ DYFIയിലൂടെ സമരമൊക്കെ മാതൃകാപരമായ സമരം നടത്തി സർക്കാരിനെ വിറപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അവരാണ് മറ്റേ ബ്ലേഡും കൊണ്ട് ചരപ്പിന് നടക്കുന്നത് നാണം കെട്ടവന്മാര്. എന്നിട്ട് മറ്റേ PS സഞ്ജീവും മറ്റേ എന്തോ സ്ഥാനത്തിന്റെ പേര് ശിവപ്രസാദും ഒക്കെ കൂടെ അങ്ങ് പോലീസാണ് ബ്ലേഡും കൊണ്ട് വന്നത്. ഞങ്ങൾക്ക് അന്വേഷിക്കണം. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ. ശരിയാ. ഇവര് പറയുന്നത് എന്തോന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഇവരുടെ ദേഹത്ത് മറ്റേ ചെളിവെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ മോങ്ങൽ. ചെളിവെള്ളം ഒഴിച്ച പോലീസിനെ ഞങ്ങൾ മാറുകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കും. 2 കൈയിലും ബ്ലേഡ്. ഇങ്ങനെയായിരുന്നു പോലീസുകാരുടെ അടുക്ക ചെന്നിട്ട് ഇങ്ങനെ തിരിച്ച് പോലീസ് തന്നതാണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങളുടെ കമ്മി സഖാക്കൾ തന്നെ നിങ്ങളുടെ കമ്മികളുടെ നെഞ്ചത്ത് ചെളിവെള്ളം കുപ്പിയിൽ ഒഴിച്ചു കൊണ്ടുപോയി ആ പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഇതാണ് ഞങ്ങളുടെ നേരെ ചീറ്റിച്ചത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വരെ നാണം കെടുത്തിയവരല്ലേടോ നിങ്ങള്? അല്ലേ? പണ്ട് ആ മനുഷ്യന്റെ അടുക്ക മറ്റേ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കപ്പ് കൊണ്ട് കൊടുത്ത് അങ്ങനെ ആ മനുഷ്യനെ നാറ്റിച്ച്. ഇപ്പൊ കുപ്പിക്കകത്ത് ചെളിവെള്ളം നിലത്തുനിന്ന് കോരി എടുത്തോണ്ട് പോയി കൊണ്ടു കൊടുത്തിട്ട് പോയി പ്രതിഷേധിക്ക് സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട ആ മനുഷ്യനെ വീണ്ടും നാണം കടത്തിയില്ലോ നിങ്ങള്? ഇങ്ങനെ ആ മനുഷ്യനെ നാണം കെടുത്താൻ പാടുണ്ടോ? 82 വയസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കണം. ഈ ബ്ലേഡിന് പിന്നിലുള്ള കഥ അന്വേഷിക്കണം. ഞങ്ങൾ CCTV കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞില്ലേ രമണ? അങ്ങോട്ട് ഞങ്ങൾ പരാതി നിങ്ങൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. FIR തിരുത്തുണ്ടല്ലോ. ഇല്ല, നിങ്ങളുടെ സഞ്ജീവിനെയും ശിവപ്രസാദിനെയും ഒക്കെ തൂക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാലും ആഭ്യന്തരമന്ത്രിക്ക് ഒരു കൈയടി കൊടുക്കണം കേട്ടോ. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കൈയടി കൊടുക്കണം. പണ്ട് ആഭ്യന്തരമന്ത്രി മാറിപ്പോയല്ലേ? പണ്ട് 10 വർഷക്കാലം മറ്റേ P ശശിയും മറ്റേ അജിത് കുമാറും ഒക്കെ കൂടെ ആഭ്യന്തരത്തിന്റെ വളയം പിടിച്ചതുപോലെയല്ല. രമേശ് ചെന്നിത്തല തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? പോലീസുകാരും മനുഷ്യന്മാരാണ്, അവരെ കൈവയ്ക്കാൻ വരുന്നോ എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ചോദിച്ചത്. പക്ഷെ 10 വർഷക്കാലത്തെ ഇവിടെ പോലീസിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു ഡിഗ്നിറ്റിയും ഇല്ലാതെ അടിമകളാക്കപ്പെട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിൽ AKG സെന്ററിന്റെ മുന്നിൽ മറ്റേ വോളണ്ടിയർമാരെ പോലെ നിന്നവരല്ലേ ഇടോ അവർ? അവർക്കൊരു പ്രിവിലേജ് കിട്ടിയത്. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സേനയെ സ്വതന്ത്രമായിട്ടാണ്. അതെ മറ്റേ PP ദിവ്യയുടെ അടുക്കളപ്പുറത്ത് പോയി കൊണ്ടു നിർത്തുക. എന്റെ മാനവരെ, നിങ്ങൾ ഇത് മറ്റേ പിണറായി വിജയന്റെ ആൾതാമസമില്ലാത്ത വീട്ടിൽ കാവൽ നിർത്തുക. അവർക്ക് ഇരിക്കാൻ ഒരു ഇടിപ്പിടം പോലും കൊടുക്കാതിരിക്കുക. ഇതൊക്കെയായിരുന്നു പോലീസുകാരുടെ അവസ്ഥ. ഞങ്ങൾ എന്തിനേറെ SFIയുടെയും DYFIയുടെയും ഒക്കെ സമരം ഇവിടെ നടക്കുമ്പോഴത്തേക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ലാത്തി പിടിച്ച് മേടിച്ച് പോലീസുകാരെ തല്ലുന്ന SFI DYFI. അന്ന് ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? പിണറായി വിജയൻ. പോലീസിന് വേണ്ടി ഒരു അക്ഷരം പ്രതികരിച്ചായിരുന്നോ? പോലീസുകാരെ അന്ന് കേരള യൂണിവേഴ്സിറ്റിയിലിട്ട് തല്ലിച്ചതച്ച SFI DYFIക്കാർക്കെതിരെ ഒരു കേസ് എടുപ്പിച്ചായിരുന്നു. അയ്യോ എന്റെ കൈ വരിഞ്ഞേ, അയ്യോ എന്റെ കൈ വരിഞ്ഞേ, അയ്യോ എന്റെ കൈ എടുക്കാം നമ്മൾ. എന്റെ കൈ വരിഞ്ഞേ, അയ്യോ പോലീസ് കൈ വരിഞ്ഞേ, അയ്യോ കൈ തന്നെയൊക്കെ ഉണ്ടല്ലോ. കയ്യിലല്ല, മറ്റേ തിരിച്ചു നിർത്തിയിട്ട് പിന്നാമ്പുറം വരിഞ്ഞിട്ട് മറ്റേ മുളകും ഉപ്പും തേച്ച് അങ്ങോട്ട് വിടണം. എന്നിട്ട് വേണം വെയിലത്ത് കൊണ്ടങ്ങ് നിർത്തി കുറെ കഴിയുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കും. ഞങ്ങളെ പ്രതിഷേധത്തിന്റെ അപ്പൊ ഇവിടെ ഒരു വിലയില്ലേ? ഞങ്ങൾ എന്തും കൊണ്ട് അടങ്ങില്ല. പോയോ സഖാക്കൾക്ക് ഓരോ ജട്ടി മേടിച്ചു കൊടുക്കും. അടുത്ത പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ സെക്രട്ടറിയിലേക്ക് വരണം. അന്ന് നിങ്ങൾ ബ്ലൈഡോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെളിവെള്ളമോ ഒന്നും കാണില്ല. അടുത്ത പുതിയ സമരമുറയായിട്ട് ഞങ്ങൾ വരും. ഇനി കോണ കൊടുത്തോണ്ടായിരിക്കും വരുന്നത്. ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ നല്ല നല്ല സമരമുറകൾ. പാർട്ടി സെക്രട്ടറിയോട് പറ, ആദ്യം പ്രവർത്തകർക്ക് കുറച്ച് ജട്ടി മേടിച്ചു. ചന്തി കാണിക്കാൻ നടക്കുന്ന കുറെ എണ്ണം. സർക്കാർ കടലാസിൽ പോലും എഴുതാൻ കൊള്ളാത്ത ഓരോരോ സമരമുറകൾ. ചട്ടി എന്ന് പറയുന്ന നിങ്ങൾക്ക് അത് അലർജിയാണ് നമുക്കറിയാം. ഈ നാക്കൊണ്ടല്ലേ ഫുഡ് കഴിക്കണം. അതെ, ഇടാതെ വരുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് ക്യാമറാമാൻമാരുടെ ഫ്രണ്ടിൽ പോയി പിന്നാമ്പറം കാണിച്ച് നിൽക്കുവാണ്. ഈ കത്തിക്ക് നല്ല ഉന്നുണ്ട് കേട്ടോ. അതെ വലിക്കണം. ഒലക്കര മൂട്